الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا بالإسلام خير أمة يخرجت للناس نأمرون بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن أسوتنا وإمامنا ومعلمنا وقائدنا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآية لأولي الألباب صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. എത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, മഹാനായ താബഈ പണ്ഡിതൻ അതാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം അബ്ദുല്ലാഹ് ബിൻ ഉമർ വഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു റഹിമഹുമാ, ഈ മൂന്ന് താബഈ വര്യന്മാരും ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി ഏകദേശം 50 വർഷത്തോളം കാലം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ഒരുപാട് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ച അധ്യാപനങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ആ ഒരു കാലയളവ് കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് സാധ്യമായിട്ടുണ്ട്. ഈ മൂന്ന് ആളുകളും ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു റഹിമഹുമാ, അബ്ദുല്ലാഹ് ബിൻ ഉമർ വഉബൈദ് ബിൻ ഉമൈർ, ഈ മൂന്ന് താബഈ വര്യന്മാരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഹദ്ദസീന ബിഅഅജബ മാ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അല്ലയോ ഉമ്മ താങ്കളെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം വിവരിക്കാൻ കഴിയുമോ? ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഫബക്കത് ബുഖാഅൻ ശദീദൻ, ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹക്ക് കണ്ണീര് നിർത്താൻ കഴിയാതെ ഇങ്ങനെ കരയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ثم قالت كل امره قال عجبا
എല്ലാ കാര്യവും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള എല്ലാ കാര്യവും അതെന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് എന്റെ വിരിപ്പിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ആ കിടപ്പായയിൽ ഞങ്ങൾ ഇങ്ങനെ കിടന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ആയിഷ, നീ എനിക്ക് അനുവാദം നൽകണം, നീ എനിക്ക് അനുവാദം നൽകണം, എന്റെ റബ്ബിനോട് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് നീ എനിക്ക് അനുവാദം നൽകണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അനുവാദം കൊടുക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നോടൊപ്പം എന്റെ റസൂല് കിടക്കുന്നതായിരുന്നു എനിക്ക് ഇഷ്ടമെങ്കിൽ എന്റെ റസൂലിന് ഏതാണോ ഏറ്റവും പ്രിയങ്കരമായത് അതായിരുന്നു എനിക്ക് ആ സമയത്ത് ഇഷ്ടപ്പെട്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് ആ സംഭവം വിശദീകരിക്കുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി നിന്നു. നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് കരച്ചിൽ അങ്ങനെ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന്റെ വസ്ത്രം ഇങ്ങനെ നനഞ്ഞ് ആ നമസ്കരിക്കുന്ന സ്ഥലം മുഴുവനും കണ്ണുനീരിനാൽ കുതിർന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കരച്ചിൽ നിർത്താതെ അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വലത്തും ഇടത്തുമെല്ലാം ഇങ്ങനെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നുണ്ട്. അങ്ങനെ സുബഹിയുടെ സമയമായി. സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു. സാധാരണ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ പള്ളിയിൽ ഹാജരായിട്ടുണ്ടാകും, ആ പള്ളിയിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിനെ കാണാത്തത് കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ആ റസൂലിന്റെ വീടിന്റെ മറക്കിപ്പുറം നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തബ്ഖി വഖദ് അഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ല റസൂലേ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് പുറത്തു തന്നില്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വമാലി അബ്ഖാ വഖദ് അൻസലത് അലയ്യ ലൈലതൻ. അല്ലയോ ബിലാലെ, ഇന്നലെ രാത്രി എനിക്ക് പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. വൈലുൽ ലിമൻ ഖറഅഹ സുമ്മ ലം യതഫക്കർ ഫീഹാ വൈഹക യാ ബിലാൽ. ആ ആയത്ത് അവതരിച്ചതിന് ശേഷം സൂറത്തു ആൽ ഇംറാനിലെ 190 മുതലുള്ള ആയത്തുകൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയത്തിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഇങ്ങനെ അവതരിച്ചു തന്നിട്ട് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. വൈലുൽ ലിമൻ ഖറഅഹ. ആരെങ്കിലും ഈ ആയത്ത് ഓതുന്നുണ്ട് എങ്കിൽ അവൻ നശിക്കട്ടെ. ലം യതഫക്കർ ഫീഹാ. അല്ലാഹുവിന്റെ ഈ വചനങ്ങളെ കുറിച്ച്, അല്ലാഹുവിന്റെ ഈ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാത്ത, അതിനെക്കുറിച്ച് തദബ്ബുർ നടത്താത്ത, അതിനെക്കുറിച്ച് തഫക്കുർ നടത്താത്ത ആളുകളുണ്ടല്ലോ, ആ ആളുകൾ നശിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൈഹക യാ ബിലാൽ, നശിച്ചു എന്റെ ഉമ്മത്തിൽ ഈ ഖുർആനിലെ ഈ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തു പോകുന്ന,
ഈ ആയത്തുകൾ ഇങ്ങനെ വെറുതെ ആയത്തുകൾ ഇങ്ങനെ ഓടിപ്പോകുന്ന എന്റെ ഉമ്മത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് എന്ന് ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ ഈ ആയത്ത് ഓതി പോകാറുണ്ട്. പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ ഈ ആയത്തുകളിലൂടെ നമ്മൾ പോകാറുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ തഫക്കുറും തദബ്ബുറും പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് വരാറുണ്ട്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് തഫക്കുറും തദബ്ബുറും നമുക്ക് നടത്താൻ കഴിയാറുണ്ടോ? പരിശുദ്ധ ഖുർആനെ സമീപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസി സമൂഹത്തിന് അനന്തരമായി നൽകിയിട്ടുള്ള ഈ ഖുർആനിനെ സമീപിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ കാറ്റഗറി വിശദീകരിക്കുകയാണ്. അത് സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ച വിഭാഗമാണ്. അവരെ ഈ പരിശുദ്ധ ഖുർആനുമായി യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആനുമായിട്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാറ്റഗറി, അതിങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ ഖുർആൻ എടുക്കും. റമളാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഖുർആനുമായിട്ട് ഇങ്ങനെ ജീവിക്കും. റമളാൻ കഴിഞ്ഞ പിന്നെ അവർക്ക് ഖുർആനോട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ആവശ്യം വരുമ്പോൾ മാത്രം ഖുർആനെ എടുക്കുകയും അതല്ലാത്തപ്പോൾ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി അല്ലാഹുവിന്റെ ഈ ഖുർആനിനെ ജീവിതമായി സ്വീകരിക്കുന്ന, ഈ ജീവിത പദ്ധതിയായി സ്വീകരിക്കുന്ന മൂന്നാമത്തെ ആളുകൾ. എന്നിട്ട് ഈ മൂന്നാമത്തെ ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനെ തങ്ങളുടെ ജീവിതമാക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശദീകരിക്കുകയാണ്. ജന്നാതു അദ്നിൻ യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വലുഅലിൻ വലിബാസുഹും ഫീഹാ ഹരീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളെ, ആ വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനെ ജീവിതമാക്കിയ ആളുകളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുന്ന, ആ സ്വർഗത്തിലേക്ക് അവരെ ആനയിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അവരെ സ്വർണം കൊണ്ടും പവിഴങ്ങൾ കൊണ്ടുള്ള വളകൾ അണിയിച്ച്, പട്ടിന്റെ വസ്ത്രങ്ങൾ അണിയിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഹ്ലുൽ ഖുർആനിന്റെ ആളുകളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ രണ്ട് കാറ്റഗറി, ഖുർആൻ അവഗണിച്ചതും ഖുർആനെ വല്ലപ്പോഴും സമീപിക്കുകയും ചെയ്യുന്ന ആ രണ്ട് വിഭാഗം, അല്ലെ, ഇടക്ക് മാത്രം ഖുർആൻ എടുക്കുകയും ഖുർആനെ പാടെ അവഗണിച്ച വിഭാഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് എന്ത് ലഭിക്കുമെന്നോ അവരെന്തായി തീരുമെന്നോ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചില്ല. പരിശുദ്ധ ഖുർആൻ അവിടെ മൗനമാണ്. പരിശുദ്ധ ഖുർആൻ അവിടെ സൈലന്റ് ആണ്. ഇതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ആ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അത് മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ രണ്ട് വിഭാഗത്തിനും ലഭിക്കാൻ പോകുന്ന ശിക്ഷയെ സംബന്ധിച്ച് അവൻ എത്ര വിശദീകരിച്ചാലും അവർക്ക് മനസ്സിലാകാൻ കഴിയാത്ത അത്രയും ഭയാനകമായ ശിക്ഷയിലേക്കായിരിക്കും ആ രണ്ട് വിഭാഗം ചെന്നെത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഖുർആനോടുള്ള എന്റെ സമീപനത്തിൽ ഞാൻ ഈ മൂന്ന് കാറ്റഗറിയിൽ ഏത് വിഭാഗത്തിലാണ് നിൽക്കുന്നത്? ഞാൻ ഏതിലാണ് നിൽക്കുന്നത്? ഒരിക്കലും അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഒരിക്കലും ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈഖത്ത് റളിയല്ലാഹു അൻഹു അസ്മാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ വഹിയ തഖറഅ, അസ്മാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നമസ്കാരത്തിൽ ഖുർആനിലെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ ഒരൊറ്റ ആയത്ത്, ആ ഒരൊറ്റ ആയത്ത് മാത്രമാണ് അസ്മാ റളിയല്ലാഹു അൻഹ ഓതുന്നത്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ഈ ഒരു ചെറിയ ആയത്ത് റിപ്പീറ്റഡ് ആയി ഓതിക്കൊണ്ടിരിക്കുകയാണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ഫജഅലത് തദഉ തബ്കി, അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഇങ്ങനെ ഓതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫന്തളിറുഹാ ഹത്താ മലിൽത് ثم ذهبت الى سوقي فقضيت حاجتي.
ഞാൻ എന്നിട്ട് എന്റെ ചില ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്കൊക്കെ പോയി. ആ മാർക്കറ്റിൽ എന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പൂർത്തീകരിച്ച് തിരിച്ചു വന്നപ്പോഴും തിരിച്ചു വന്നപ്പോഴും അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഓതിക്കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നമസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഠിനകഠോരമായ ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിച്ചത് അല്ലാഹുവിന്റെ ഔദാര്യമാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു നമ്മളോട് കാണിച്ച ആ ഔദാര്യത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് എങ്ങനെ ഞാൻ കരയാതെ ഇരിക്കുമെന്ന് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതേ ആയത്തും നമ്മൾ ഓതാറുണ്ട്, ഇതേ ഖുർആനിലെ പരിശുദ്ധ വചനങ്ങൾ നമ്മൾ ഓതാറുണ്ട്. അങ്ങനെ ആ ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടാറുണ്ടോ? പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാറുണ്ടോ? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ അവരുടെ ഈമാൻ കൂടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റം പരിശുദ്ധ ഖുർആൻ കൊണ്ട് സംഭവിക്കാറുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നമ്മുടെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഈ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ പണിയെടുത്താൽ എന്തെങ്കിലും മാറ്റം ഈ ലോകത്ത് സംഭവിക്കുമോ? എന്തെങ്കിലും മാറ്റം നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ സംഭവിക്കുമോ? എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ എന്ന വ്യക്തിയിൽ സംഭവിക്കുമോ? അൾജീരിയൻ ചിന്തകനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള മാലിക് ബിൻ നബി, അദ്ദേഹത്തിന്റെ ശുറൂത്തുൻ നഹ്ള എന്ന് പറയുന്ന ഒരു അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഏകദേശം 160 പേജ് മാത്രമേ ഉള്ള പുസ്തകം. ശുറൂത്തുൻ നഹ്ള, വിജയത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഒരു സമൂഹത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇന്നൽ ഹവാറത ലൈസത് ഷൈഅൻ യുസ്തറ. നാഗരികത എന്ന് പറയുന്നത്, സിവിലൈസേഷൻ എന്ന് പറയുന്നത് കാശ് കൊടുത്തു വാങ്ങാൻ കഴിയില്ല. നാഗരികത കാശ് കൊടുത്തു വാങ്ങാൻ വേണ്ടി കഴിയില്ല. സമൂഹത്തിലെ 3 ഘടകങ്ങൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ 3 ഘടകങ്ങളും ഒന്നിച്ചു മാറുമ്പോഴാണ് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു നാഗരികത രൂപപ്പെടുന്നത്. ആ 3 ഘടകങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് അൽ ഇൻസാനി വത്തുറാബ് വൽ വഖ്ത്. ഒന്ന്, ഞാൻ എന്ന മനുഷ്യൻ ഞാൻ മാറണം. 2, ഞാൻ ജീവിക്കുന്ന മണ്ണ്, ഞാൻ ജീവിക്കുന്ന ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ മണ്ണ് മാറണം. 3 അൽ വഖ്ത്, സമയം, ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടം. ഈ 3 സംഗതികളുടെയും മാറ്റത്തിലൂടെ മാത്രമാണ് ഒരു നാഗരികത രൂപപ്പെടുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാകിൻ ഹാദിഹിൽ അനാസിറു ഫലാതൻ തബ്ഖാ റാഖിദതൻ ലാ തുൻതിജു ഹളാറതൻ ഇല്ലാ ഇദാ മസ്ജതുൽ ഫിഖറതു ദീനിയതി വഫി ഹളാറത്തിൽ ഇസ്ലാമിയതി ഖാമത് ഹാദിഹിൽ ഫിഖറതു അലൽ ഖുർആൻ. ആ 3 സംഗതികൾ ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു നാഗരികത ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ അവിടെ ഈ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യന്മാരുണ്ടായിരുന്നു, അതിസമ്പന്നന്മാരായിട്ടുള്ള മനുഷ്യന്മാർ ആ നാട്ടിലുണ്ടായിരുന്നു. നല്ല കഴിവുള്ള ഒരുപാട് മനുഷ്യന്മാർ ആ നാട്ടിൽ ജീവിച്ചിരുന്നു. അവർക്ക് നല്ല മണ്ണുണ്ടായിരുന്നു. മക്ക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തുകൊണ്ട്? ഇല്ലാ മസ്ജതുഹാ ഫിഖറത്തുൽ ദീനിയതി വഫി ഹളാറത്തിൽ ഇസ്ലാമിയതി ഖാമത് ഹാദിഹിൽ ഫിഖറത്തു അൽ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവിടേക്ക് കൊണ്ടുവന്നു. ആ പരിശുദ്ധ ഖുർആൻ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ നാട്ടിലെ മനുഷ്യരെ അല്ലാഹുവിന്റെ റസൂൽ ഈ ഖുർആൻ പഠിപ്പിച്ചു. അങ്ങനെ മനുഷ്യൻ മാറി.
ആ നാട് മാറി, ആ കാലഘട്ടം മാറി, ആ സമയം മാറി. അങ്ങനെ ഇസ്ലാമിക നാഗരികതയുടെ ഒരു വലിയ കാലഘട്ടം, ഇസ്ലാമിക സിവിലൈസേഷന്റെ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വിശ്വാസി സമൂഹം ഉയർത്തപ്പെട്ടു. അത് സാധ്യമായത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അൽ ഖുർആൻ ഹുവല്ലദീ സനഅൽ ഇൻസാന മുസ്ലിം. ഒരു മുസ്ലിമിനെ, ഒരു മനുഷ്യനെ നിർമ്മിക്കുന്നത് പരിശുദ്ധ ഖുർആനാകുന്നു. സുമ്മ സനഅ ഹാദൽ ഇൻസാനൽ ഹളാറത്ത്. ആ മനുഷ്യനാണ് നാഗരികത ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലൈസൽ ഖുർആൻ കിതാബൻ ദീനിയതൻ ഫഖത്ത്. പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥം മാത്രമല്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് റമളാൻ മാസമാകുമ്പോൾ അർത്ഥം തീർക്കാനും അതല്ലാത്തപ്പോൾ മരിച്ചു കിടക്കുന്ന ആളുടെ മുമ്പിലിരുന്ന് യാസീൻ ഓതാനും വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമല്ല, അതിന് മാത്രമുള്ള കിതാബല്ല. ബൽ ഹുവ ഖുവ്വത്തുൻ തഹ്വീലത്തുൻ സനഅത്തുൽ ഇൻസാൻ. മനുഷ്യനെ നിർമ്മിക്കുന്ന, ഒരു സമൂഹത്തെ നിർമ്മിക്കുന്ന, ഒരു രാജ്യത്തെയും ഒരു രാഷ്ട്രത്തെയും നിർമ്മിക്കുന്ന അത് അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നു പരിശുദ്ധ ഖുർആൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഈ ഖുർആൻ ഉണ്ടോ? രാവും പകലും ഞാൻ ഇങ്ങനെ ഇസ്ലാമിക പ്രവർത്തനവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇസ്ലാമിക പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഖുർആൻ എവിടെയാണുള്ളത്? ഈ ഖുർആനിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ എന്താണ് നിർമ്മിക്കുന്നത്? ആ നിർമ്മിക്കുന്നതിനൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല, അതിനൊന്നും അധികം ആയുസ് ഉണ്ടാവുകയില്ല. അബൂ ഹസൻ അലി നദ്വി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റബ്ബാനിയത്തുൽ ലാ റഹ്ബാനിയത്ത് എന്നറിയുന്ന പുസ്തകത്തിൽ ഇസ്ലാമിക പ്രവർത്തകരോട് ഖുർആനുമായിട്ടുള്ള ബന്ധം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ അമലൽ ഇസ്ലാമി ലൈസ മുജറദുൻ ഹയഅത്തുൻ സിയാസിയത്തുൻ ഔ തൻതിമുൽ ളാഹിറ. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ഒരു രാഷ്ട്രത്തെയും അല്ലെങ്കിൽ കുറെ സംവിധാനങ്ങളെയും ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഫഇദൻ ഖതഅസ്സിലതു ബിൽ ഖുർആനി വബിർ റബ്ബാനിയതി ഫഖദ് അമലു റൂഹ. അങ്ങനെ നിങ്ങൾ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് എന്തുണ്ടാക്കിയാണ്? ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമല്ലാതെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമല്ലാതെ, നമ്മൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങളുടെ അടിസ്ഥാനമല്ലാതെ ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ എന്ത് നിർമ്മിച്ചു കഴിഞ്ഞാലും ഖുർആനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ആ കർമ്മങ്ങളുടെ റൂഹ് നഷ്ടപ്പെടും. ആ കർമ്മങ്ങളുടെ റൂഹ് നഷ്ടപ്പെടും. പിന്നെ അത് വെറും ഒരു അടിസ്ഥാനവുമില്ലാത്ത, വെറും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന മാത്രമായി തീരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊരു ആത്മാവ് ഉണ്ടാവില്ല. കുറെ പ്രവർത്തനങ്ങളും ഇങ്ങനെ കാണുമ്പോൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതെന്തൊക്കെയോ ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നു എന്ന് തോന്നും. അദ്ദേഹം പറയാണ്, ആ ഖുർആൻ അടിസ്ഥാനമല്ലാത്ത ആ സംഘടന അതിനധിക കാലം ആയുസുണ്ടാവില്ല. ആ സംഘടനയുടെ വളർച്ച പതനത്തിലേക്കാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എല്ലാത്തിനും വേണ്ടി തയ്യാറാകുമ്പോൾ, എന്റെ ലൈഫിൽ ഈ ഖുർആൻ എവിടെയാണ്? എന്റെ ജീവിതത്തിൽ ഈ ഖുർആൻ എവിടെയാണ്? നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, അധ്യാപന പ്രവർത്തനങ്ങൾ, നമ്മൾ ഏർപ്പെടുന്ന ജോലികൾ, ഇതിലെല്ലാത്തിലേക്കും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഈ ഖുർആനിന് ഞാൻ നൽകുന്ന സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ ആലോചിച്ചു. ഈ ഖുർആനിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആനിലല്ലാതെ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാമൂഹിക നിർമ്മിതി സാധ്യമാകുക? എങ്ങനെയാണ് ഒരു മാറ്റം നമുക്ക് ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക? മുഹമ്മദ് റഷീദ് റിള അദ്ദേഹത്തിന്റെ അൽ മസാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ പ്രബോധകരുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിക പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു വചനം, ഒരു വാക്ക്, ഇദാ ലം യകുൻ ലിദ്ദാഇയതി ബർനാബിജുൻ യൗമിയൻ മഅൽ ഖുർആൻ. ഒരു പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാതെ അവൻ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവനിങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്കും മറ്റുള്ളവരുടെ കുഴപ്പങ്ങളും മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ
അവൻ ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വയം നന്നാവാൻ മറന്നു. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ മുഴുകിപ്പോകുമ്പോൾ അവൻ സ്വന്തം നന്നാവണമെന്നുള്ള കാര്യം മറന്നുകൊണ്ട് പോവുകയും അവന്റെ ജീവിതം നിഷ്ഫലമായി പോവുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യുഹ്സിനൂന സുൻആ. അവരിങ്ങനെ വിചാരിക്കുന്നത് ഞങ്ങളിങ്ങനെ കുറെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നാണ്. ഞങ്ങളിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ സജ്ജരായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ആ കർമ്മങ്ങൾക്കെല്ലാം ഹബത്ത് ബാധിക്കും. അതൊക്കെ ഇങ്ങനെ വെറും നിഷ്ഫലമായി പോകും. ഒരു തരി പോലും അവൻ അവശേഷിക്കുകയില്ല എന്ന് പറയുന്നു. ഇത് ആഴ്ചക്കും കസറത്തുക്കും വലം തോയാൻകും ഷെയ്അ. നിങ്ങളുടെ ഈ ആൾപ്പെരുപ്പവും നിങ്ങളുടെ ഈ ആളുകളുടെ ഈ കൂട്ടൊന്നുണ്ടല്ലോ, ഇതൊന്നും ഒരു ഉപകാരം ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം, എന്റെ ജീവിതത്തിൽ ഈ ഖുർആനിന്റെ സ്ഥാനം എവിടെയാണ്? ഞാൻ ഈ ഖുർആനോടുള്ള എന്റെ സമീപനം എന്താണ്? എന്റെ ഖുർആൻ എന്നോടൊപ്പം. നമ്മുടെ കയ്യിൽ ഖുർആൻ ഇല്ലാത്തതല്ല കുഴപ്പം. ഇമാം ബൈഹഖി ശിബഉൽ ഈമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പറയുന്ന ഒരു ഹദീസ്, ആ ഹദീസിന്റെ സനദിൽ ചില പ്രശ്നങ്ങളുണ്ട്. പറയുന്നുണ്ട്, യഅതി അലന്നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് ഇസ്ലാം എന്നത് വെറും പേരിലായിരിക്കും. നമ്മളുടെ പേരുകൾ, ആ പേരിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇസ്ലാം ഉണ്ട് എന്ന് തോന്നും. പലതരത്തിലുള്ള മുസ്ലിം പേരുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആൻ എന്ന് പറയുന്നത് അതതിന്റെ ഹറഫുകളിൽ, അതിന്റെ ലെറ്ററുകളിൽ മാത്രമായി കൊണ്ടൊതുങ്ങി പോകും. എല്ലാ പള്ളികളിലും ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നല്ല വൃത്തിയിൽ അടക്കി വെച്ച ആ ഷെൽഫിൽ ഉണ്ടാകും. അതിലൊരു അനക്കം പോലും സംഭവിച്ചിട്ടുണ്ടാവില്ല. ആ ഷെൽഫിൽ ഇങ്ങനെ ഹറഫുകളായിക്കൊണ്ട് മാത്രം ആ ഖുർആൻ അവിടെ നിൽക്കും. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ മിനൽ ഹുദാ. വലിയ അമ്പരചുംബികളായിട്ടുള്ള വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളെ പോലെ പള്ളികൾ ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ അവിടെ നിന്ന് ഹിദായത്തിന്റെ ഒരു വെളിച്ചവും ആളുകൾക്ക് കിട്ടൂല. ഹിദായത്തിന്റെ ഒരു വെളിച്ചവും കിട്ടൂല. ഹിദായത്തിന്റെ ഏറ്റവും വലിയ ഹിദായത്തായ പരിശുദ്ധ ഖുർആൻ പോലും ആ പള്ളികളിൽ ഡിസ്കസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ കയ്യിൽ ഖുർആൻ ഇല്ലാത്തതാണോ പ്രശ്നം? നമ്മളുടെ കയ്യിൽ ഖുർആൻ ഇല്ലാത്തതാണോ പ്രശ്നം? നമുക്കത് പഠിക്കാൻ കഴിയാത്തതാണോ പ്രശ്നം? ഈ പള്ളിയിൽ തന്നെ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി 2 സന്ദർഭങ്ങൾ, 2 ദിവസങ്ങളിൽ ഈ പള്ളിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഖുർആൻ അധ്യാപനം നടത്തുന്നുണ്ട്, ഖുർആൻ പഠനം നടത്തുന്നുണ്ട്. നമ്മൾ എത്ര പേര് അതിന് സജ്ജരാണ്? നമ്മൾ എത്ര പേര് അതിന് തയ്യാറാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹു ഖർളൻ ഹസന എന്ന് പറയുന്ന ആയത്ത് അവതരിക്കപ്പെട്ടപ്പോൾ, ആ ആയത്ത് അവതരിച്ചപ്പോൾ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, വ ഇന്നല്ലാഹ അസ്സ വജല്ല യുരീദു മിന്നാ അൽ ഖർദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളിൽ നിന്ന് കടം ആവശ്യപ്പെടുന്നുണ്ടോ? കടം ഞങ്ങളിൽ നിന്ന് അല്ലാഹു ആവശ്യപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല നഅം യാ അബാ ദഹ്ദ. അല്ലയോ അബൂ ദഹ്ദയെ, അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അരിനി യദക യാ റസൂലല്ലാഹ്. ഫനാവലഹു യദ. അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു താൻ തന്റെ ആ ഈത്തപ്പനത്തോട്ടം, ഏകദേശം 600ഓളം ഈത്തപ്പനകളുള്ള ആ തോട്ടം ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, ഈ തോട്ടം ഞാനിതാ അള്ളാഹുവിന് കറലായി കൊടുത്തിരിക്കുന്നു, അള്ളാഹുവിന് ഞാനിതാ കടമായി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ എന്റെ റബ്ബിനിതാ ഇത് കടം കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നുണ്ട്, അബൂ ദഹ്ദാഇന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തില് ഇതിന്റെ 10 മടങ്ങ് ഇരട്ടിയായിക്കൊണ്ട് ഈത്തപ്പനകളുള്ള തോട്ടം
അള്ളാഹു അബദ്ധഹദായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കേൾക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ ഒരു സഹാബിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് എന്നോട് പറഞ്ഞത്. ഒരു സഹാബിയിൽ ഉണ്ടാക്കിയ മാറ്റം. ഇത് നമ്മൾ പരിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാകുന്നുണ്ടോ? നമ്മളിത് സഹാബിമാരല്ലേ എന്നൊന്നും പറയണ്ട. നമ്മളുടെ ഇടയിലും ഉണ്ട് അങ്ങനെ ചില ആളുകൾ. പരിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരാളെ സമീപിച്ചപ്പോൾ ആ വ്യക്തി നമ്മളോട് പറഞ്ഞ മറുപടി, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ സംവിധാനം നിന്ന് പോകരുത്, അതിനു വേണ്ട എല്ലാ ചെലവുകളും ഞാൻ ഏറ്റെടുത്തോളാം, അതിന്റെ എല്ലാ ചെലവും ഞാൻ വഹിച്ചു കൊള്ളാം, എന്നെ മാറ്റിയത് ഈ ഖുർആനാണ് എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയിൽ ആ ഖുർആൻ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കണം. ആ ഖുർആൻ നമ്മളിൽ മാറ്റമുണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ പടിയുമ്പോഴാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജോലിയെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സജ്ജീകരിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയികളായി തീരുകയുള്ളൂ. ഈ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരിശുദ്ധ ഖുർആൻ പറയണം, അള്ളാഹുവിന്റെ റസൂല് നാളെ പരലോകത്ത് വെച്ച് പറയും, ഈ വിഭാഗം ആളുകളുണ്ടല്ലോ, ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ഈ ഖുർആനിനെ അവഗണിച്ച് തള്ളിയ, ഈ ഖുർആനിനെ അവഗണിച്ച വിഭാഗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എൻട്രി ഇല്ല, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഈ മനുഷ്യർക്ക് പ്രവേശനമില്ല. നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ നമ്മൾ ഇന്ന് തന്നെ തീരുമാനിക്കണം. അതിന് തീരുമാനിക്കാനും ആ നിലപാടിൽ മാറ്റമില്ലെങ്കിലും ആ നിലപാട് മാറ്റാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. വെറുതെ ആ പേര് വെച്ച് മരണപ്പെട്ട് ആരൊക്കെയോ മയ്യത്ത് നിസ്കരിച്ച് കബറടക്കാമെന്ന് മാത്രമാകും നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്കാകുള്ള നേട്ടം. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ നിലപാടിനെ, പരിശുദ്ധ ഖുർആനിലുള്ള സമീപനത്തെ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.